ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരിബഡി. രാവിലെ ഒരു കോഫി, ഇതെന്താണെന്നറിയാമോ? സ്പൈസസ് കോഫി. ഞാൻ കുടിക്കുന്നത് സ്പൈസസ് ആഡ് ചെയ്തിട്ടുള്ള ഫുഡും കോഫികളും ഒക്കെയാണ്. അത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന സാധനങ്ങളാണേ. വെളിയിലോട്ട് പോയി അതൊന്നും പ്രതീക്ഷിക്കണ്ട. ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വലിയ നോളജൊന്നുമില്ല. അപ്പം കഴിവതും വീടുകളിൽ നിങ്ങൾ സ്പൈസസ് ആഡ് ചെയ്ത ഫുഡ്, കോഫി ഇതൊക്കെ ഫോളോ ചെയ്യുക. എന്താ അറിയുക, ഹോസ്പിറ്റലൈസ്ഡ് ആകാതിരിക്കുക, എങ്ങും പോയി അഡ്മിറ്റായി കിടക്കാതിരിക്കാൻ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ഫോർ യു, സ്പൈസസ് കോഫി. ഞാൻ ആക്ച്വലി കോഫിയെക്കുറിച്ച് പറയാനായിട്ട് അല്ല, ഞാൻ യഥാർത്ഥത്തിൽ രാവിലെ ദൈവത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം. ദൈവത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയാണ്. ഓക്കെ, ദൈവം എന്ന് പറഞ്ഞാൽ എന്താണോ അറിയോ? സ്നേഹം. ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. കേട്ടില്ലേ? ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ്, എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ മനസ്സുകൊണ്ട് ചുമ്മാ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കണം. മനസ്സുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്? ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നമ്മളുടെ മനസ്സിൽ ചെകുത്താൻ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റത്തില്ല. അഥവാ ചെകുത്താൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ അവൻ ഓടി ഒളിക്കുമായിരുന്നു. കാരണം സ്നേഹമുള്ളിടത്ത് ചെകുത്താൻ സ്ഥാനമില്ല. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മീഡിയയിലും അവരുടെയെല്ലാം ആത്മഹത്യകൾ, മരണം, കൊലപാതകം, ഇതെല്ലാം ഇങ്ങനെ ധാരാളമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് സ്നേഹമില്ലായ്മയാണ്. സ്നേഹം ഇല്ല. അതായത് സൃഷ്ടാവ് ഒരു സൃഷ്ടിയെ പൂർണ്ണതയിലെത്തിക്കണമെങ്കിൽ, അതിൽ നിലനിൽപ്പ് വേണമെങ്കിൽ, അത് ഭംഗിയാകണമെങ്കിൽ എന്തു ചെയ്യണം? ഏതൊരു ഒരു സൃഷ്ടിയെ ഉണ്ടാക്കുന്നവൻ ആരാണോ അവൻ അതിനെ സ്നേഹിക്കണം. ആത്മാർത്ഥമായി സ്നേഹിച്ചെങ്കിൽ മാത്രമേ ആ സൃഷ്ടി പൂർണ്ണമാകത്തുള്ളൂ. സൃഷ്ടാവ് സൃഷ്ടിയെ സ്നേഹിച്ചെങ്കിലേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നല്ല ബ്യൂട്ടി ആയി, നല്ല ഒരു മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ജീവിതം നയിച്ച് മുന്നോട്ട്, അല്ലെങ്കിൽ അത് പൂർണ്ണതയിലെത്താനായിട്ട്, ഏതൊരു വസ്തുവിനും അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ അതിൻ്റെ സൃഷ്ടാവ് ആരാണോ ആ സൃഷ്ടാവ് അതിനെ പൂർണ്ണമായി സ്നേഹിക്കണം. സ്നേഹം അവിടെയും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സ്നേഹിക്കുക. ജീസസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക. നിന്റെ ശരീരത്തെക്കാൾ ഉപരിയായിട്ട് കൂടുതലായിട്ട് നീ മറ്റുള്ളവരെ സ്നേഹിക്കുക. നിൻ്റെ ആൾക്കാരനെ, അല്ലെങ്കിൽ നിൻ്റെ മറ്റുള്ള സഹോദരനെ, ബന്ധുവിനെ ഒക്കെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരെ എപ്പോഴും പോയി കെട്ടിപ്പിടിച്ച് കിടക്കാനല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ വാക്കുകളിലും ചിന്തയിലും. ഇപ്പോൾ ഒരു മനുഷ്യനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവരെ ചിന്തിക്കുന്നു, ജസ്റ്റ് അവരെക്കുറിച്ച് ഇമാജിൻ ചെയ്യുന്നു, അപ്പോൾ തന്നെ അവിടെ സ്നേഹമായി കഴിയും. അങ്ങ് എപ്പോഴും കെട്ടിപ്പിടിച്ചങ്ങ് സ്നേഹം പ്രകടിപ്പിക്കാനല്ല. അപ്പം സ്നേഹമില്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. എനിക്ക് എൻ്റെ ചിന്താഗതിയിൽ തന്നെ ഞാൻ ജനിച്ച കാലം മുതൽ നമ്മൾ ഓർമ്മയാകുന്നൊരു കാലമുണ്ടല്ലേ, ആ കാലഘട്ടം മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അതിനടുത്ത പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ തമ്മിലുള്ള യുദ്ധം, ടെററിസ്റ്റ് ആക്രമണം. ഈ ടെററിസ്റ്റ് ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇതെവിടെ നിന്നുണ്ടാകുന്നു?
സ്നേഹമില്ലായ്മയിൽ നിന്ന് ഏതൊരു ഭീകരനും ഏതൊരു ടെററിസ്റ്റും അവൻ്റെ എന്തെങ്കിലും ഒത്തിരി ബാഡായിട്ടുള്ള ബാഡ് മൂവ്മെൻറ്റ്സിൽ കൂടെ ആയിരിക്കും അവരൊരു ടെററിസ്റ്റായി മാറുന്നത്, തീവ്രവാദിയായി മാറുന്നത്. പക്ഷെ അവൻ പോലും അവൻ്റെ മനസ്സിൽ അല്പനേരം ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ഇങ്ങനെ ഒരു 2-3 തവണ അവൻ്റെ മനസ്സിൽ ഉരുവിട്ടാൽ അവൻ പോലും അവൻ്റെ ടെററിസം ഉപേക്ഷിച്ച് പിന്മാറും. എത്രയോ വർഷങ്ങളായിട്ട് ഈ മനുഷ്യരോട് നിങ്ങൾ ഇതിനകത്ത് വെച്ച് എത്ര ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയെന്ന് ചോദിച്ചാൽ അവർക്കാർക്കും പറയാൻ മറുപടിയൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പോഴും അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ്? അപ്പോൾ സ്നേഹമില്ല, സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും അവിടെ ഇല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഇസ്രായേലായാലും പലസ്തീനായാലും നിങ്ങൾ മനുഷ്യൻ, മൃഗങ്ങളും ഉരുവിടുന്നുണ്ടാകും മിക്കവാറും, നമുക്കറിയത്തില്ല. അവർ തീർച്ചയായിട്ടും അവരുടെ സൃഷ്ടാവിനെ ഓർക്കുന്നുണ്ടാകും. നമ്മളുടെ മനസ്സിൽ നമ്മൾ ഒരു 2-3 തവണ ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ഇങ്ങനെ ഉരുവിട്ട് ശീലിക്കുക. അപ്പം ആത്മഹത്യാ പ്രവണത, കൊലപാതകം, പിടിച്ചുപറി, വഞ്ചന, ഇതെല്ലാം കുറയും. നമുക്ക് ജീവിക്കാനായിട്ട് അത്യാവശ്യം നമുക്ക് പണം വേണം. അത് കണ്ടമാനം വാരിക്കൂട്ടി പിടിച്ചു പറിച്ച് ഡ്രാമയും ഉടായിപ്പും കപടവും ഇതെല്ലാം നടത്തിയാണ് ധാരാളം വാരിക്കൂട്ടുന്നത്. സമ്പത്ത് കൂടുന്നത് എങ്ങനെയാണ്? അനധികൃതമായിട്ട് സമ്പത്ത് ധാരാളം വന്നു കൂടുന്നത് ഇങ്ങനെയുള്ള വേയിൽ കൂടി മാത്രമാണ്. അല്ലാതെ സാധാരണ ഒരു ലെവലിൽ പോകുന്ന ഒരു വ്യക്തിക്ക് അവന് ജീവിച്ചു പോകാനുള്ള സമ്പത്തൊക്കെ അവൻ്റെ കയ്യിലുണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ കണ്ടമാനം സമ്പത്ത് വാരിക്കൂട്ടി നമ്മൾ കുറേ ആർഭാടമായിട്ട് തിന്നി കുടിച്ച് ജീവിച്ച്, അല്ലെങ്കിൽ ഒരു വലിയ കൊട്ടാരം ഉണ്ടാക്കി, ഇതെല്ലാം നല്ലതാണ്, നല്ലതല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ഇങ്ങനെ കുറച്ചുണ്ടാക്കി വെച്ചിട്ട് അതങ്ങ് ഒരു കാര്യമില്ല. ഒരർത്ഥവും ഇല്ലാത്ത ജീവിതമാണത്. ഇത് നല്ലതാണ്, നമുക്ക് ജീവിക്കാം. പക്ഷേ ഈ അത്യാഡംബരം കൂട്ടി മറ്റുള്ളവരെ ഏതാണ്ട് കാണിക്കുന്ന ഇതിൽ കൂടി ഞാൻ സംതൃപ്തി നേടുന്നതൊക്കെയാണ് ചുമ്മാതാണ്, ഒന്നുമില്ല. എവിടെയും നമുക്കല്ലേ നമ്മുടെ തലമുറയ്ക്ക് നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യ ഘടകമെന്ന് പറയുന്നത് സ്നേഹമാണ്, നമ്മുടെ കുടുംബം നിലനിൽക്കാൻ. ഇപ്പം നമ്മളൊരു സാധനം, ഇപ്പം നിസ്സാരപ്പെട്ട് ഒരു വ്യക്തി ഒരു സാധനം, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നു, ആ സാധനം മനോഹരമാകണം, ആ സാധനം കംപ്ലീറ്റഡ് ആകണം, പൂർണ്ണതയിലെത്തണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയോടെ അതിനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ അത് പൂർണ്ണത, അല്ലെങ്കിൽ അത് പല രീതികളിലായി പോകും. നമ്മൾ ഉദ്ദേശിക്കുന്നത് തെങ്ങ് നിൽക്കത്തില്ലത്, അവസാനം അത് നിലത്ത് വീണ് ചിലപ്പോൾ ഉടഞ്ഞു പോയെന്ന് ഇരിക്കും, തകർന്നു പോകും, എന്നേക്കുമായിട്ട് മാഞ്ഞു പോകും. ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എവിടെയും എന്ത് വേണം? ഞാൻ എവിടെയും എന്നാണ് പറയുന്നത്, അല്ലാതെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരിടത്ത് എന്നല്ല. എവിടെയും എന്ത് വേണം? സ്നേഹം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, സ്നേഹം. അല്ലാതെ ഇപ്പോൾ കുറേ സ്നേഹം എന്ന് പറയുന്ന ആ വാക്ക് ഉണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പണമോ കടബാധ്യതയോ പ്രശ്നങ്ങളോ ദുരിതമോ തൊഴിലില്ലായ്മയോ ആഹാരമില്ലായ്മയോ വസ്ത്രമില്ലായ്മയോ അതൊന്നൊരു പ്രശ്നം ആകത്തില്ല. എങ്ങനെ? സ്നേഹം
എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമ്മൾ ഉരുവിടുകയാണെങ്കിൽ അനധികൃതമായ സമ്പാദ്യം, കൊള്ള ലാഭം, കൊള്ളയടിച്ചുണ്ടാക്കുന്ന ഭൂസമ്പത്തുകൾ, ഇതെല്ലാം താൽക്കാലികം, എല്ലാം താൽക്കാലികമാണ്, എല്ലാം. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഒരു പരിധി വെച്ചിട്ടുണ്ട്. എന്താണ്? ഇത്ര നാൾ, അതിനപ്പുറം ഒന്നും നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, എങ്ങും ഒളിക്കാൻ പോലും പറ്റത്തില്ല. ആ ഒരു പരിധിക്കുള്ളിൽ സ്നേഹത്തോടുകൂടി, സ്നേഹം, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു എന്നുരുവിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. Have a nice day, dear friends. Bye.